ഹലോ, നമസ്കാരം. ഞാൻ എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇത് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്താണെങ്കിലും കോഴിമുട്ട വിരിഞ്ഞിട്ടില്ല, 3 താമര വിരിഞ്ഞിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 3 താമര വിരിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ചരിത്ര വിജയമായിട്ട് തന്നെ എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞു. അതുപോലെ ഇന്ത്യയിൽ പലയിടത്തും ഒരിക്കലും വിരിയത്തില്ല, മൊട്ട് പോലും ഇടില്ല എന്ന് വിചാരിച്ചിടത്ത് പോലും മുഴുവൻ താമര വിടർത്തിയിട്ടുണ്ട്. അതിന് കഴിവുള്ള നേതാക്കന്മാരുണ്ട്. എല്ലാ പാർട്ടിയും ഞാൻ അതിന്റേതായ വ്യക്തിമുദ്ര ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ്. അതിന്റേതായ ബഹുമാനം അവർക്കെല്ലാം നൽകുന്നുമുണ്ട്. അതുപോലെ ഈ പാർട്ടിക്കാരും തമ്മിൽ പരസ്പരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ പറ്റി ഇങ്ങനെ കോഴിമുട്ട, ഉണ്ടംപൊരി, വാഴയ്ക്ക എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ സംസ്കാരമാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം, രാഷ്ട്രീയ മുൻപരിചയം ഉണ്ടാവണം. ശരിക്കും BJPയിലെ മുതിർന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ BJPയിലെ മറ്റുള്ളവർക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നേണ്ട കാര്യമില്ല. എങ്കിൽ കൂടിയും ഇത്രയും സംസ്കാര ശൂന്യമായിട്ട് ഒരു പാർട്ടിയെ പറ്റി പറഞ്ഞപ്പം എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിന് മറുവശം ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് അറിയണ്ടേ? അതുകൊണ്ട് മാത്രം. അപ്പം കോഴിമുട്ട പുഴുങ്ങി ആർക്കും കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും കൊടുത്തിരിക്കണം. ഞങ്ങൾക്കും വേണം. എല്ലാവർക്കും കോഴിമുട്ട പുഴുങ്ങി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കുറച്ചുപേരൊന്നും മുട്ട കഴിക്കത്തില്ല. എങ്കിലും കുഴപ്പമില്ല, മുട്ട ഇട്ടവരുള്ളതുകൊണ്ട് ഞങ്ങൾ മുട്ട കഴിക്കാൻ തയ്യാറാണ്. ഗതിയിട്ട പുലി പുല്ലും തിന്നല്ലേ പറ്റുള്ളൂ. അപ്പം കോഴിമുട്ട അയച്ചു തരണം കേട്ടോ, മറക്കണ്ട.